നമസ്കാരം. പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതി CPM സുപ്രീം കോടതിയിൽ. പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം ഹർജി നൽകി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഹർജികൾ പരിഗണിക്കും. മുസ്ലിം ലീഗ്, സമസ്ത, RJD നേതാവ് മനോജ് ജ, MIM നേതാവ് അസറുദ്ദീൻ ഒവൈസി, YSRO കോൺഗ്രസ് എന്നിവരുടേതടക്കം 70ഓളം ഹർജികളാണ് ഇതിനകം ലഭിച്ചിരിക്കുന്നത്. കേസ് ഏത് ബെഞ്ച് പരിഗണിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങളിൽ നാളെ കോടതി തീരുമാനമെടുത്തേക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഒക്കെ തുടരുമ്പോഴാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം എന്ന് തിരിച്ചു കിട്ടും? കൃത്യമായി ഉത്തരമില്ലാതെ കേന്ദ്രമന്ത്രി. നിരാശ. പ്രശ്നം പരിഹരിക്കുമെന്ന് മുനമ്പത്തെത്തി ഉറപ്പു നൽകിയ കിരൺ റിജിജു പക്ഷേ ജനങ്ങൾ നിയമവ്യവഹാരം തുടരേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചാണ് മടങ്ങിയത്. മന്ത്രി വ്യക്തമായ പ്രഖ്യാപനം നടത്താത്തതിൽ നിരാശയുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല എന്നായിരുന്നു മുനമ്പ് സമരസമിതിയുടെ പ്രതികരണം. വഖഫ് നിയമ ഭേദഗതി പാസ്സായതോടെ മുനമ്പത്തെ കുടുംബങ്ങളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന പ്രതീതിയാണ് സംസ്ഥാന BJP സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തിയ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയുടെ വാക്കുകളിലെ സൂചന അങ്ങനെയായിരുന്നില്ല. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് നിയമ നടപടികൾ പൂർത്തിയാക്കിയേ മതിയാകൂ. മുനമ്പത്തുകാർ ഒരുപക്ഷെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നേക്കാമെന്ന് സൂചനയും മന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നു. നന്ദി മോദി എന്ന പേരിൽ മുനമ്പത്ത് BJP സംഘടിപ്പിച്ച പരിപാടിയിലും പ്രശ്നപരിഹാരത്തിന് സമയപരിധി പറയാൻ മന്ത്രി തയ്യാറായില്ല. കൊല്ലം കരുനാഗപ്പള്ളിയിൽ അമ്മ തീകൊളുത്തിയ 2 പെൺമക്കളും മരിച്ചു. അമ്മ പുത്തൻകണ്ടത്തിൽ താര മരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് പെൺകുട്ടികളും മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ മക്കളായ ആത്മിക, അനാമിക എന്നിവരാണ് മരിച്ചത്. മക്കളെ തീകൊളുത്തിയ ശേഷം സ്വയം തീകൊളുത്തി താര ജീവനൊടുക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരയും മക്കളും മരിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളി ആദിനാട് സൗത്തിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം. താര മക്കൾക്ക് തീകൊളുത്തിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. 3 പേരുടെയും മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാൽവഴുതി പടുതക്കുളത്തിൽ വീണു, കർഷകന് ദാരുണാന്ത്യം. കാൽവഴുതി പടുതക്കുളത്തിൽ വീണ് കർഷകൻ മരിച്ചു. ഇടുക്കി ചെമ്മണ്ണാറിലാണ് സംഭവം. വെങ്കലപ്പാറ സ്വദേശി ചെമ്പക്കര ബെന്നിയാണ് മരിച്ചത്. ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് കുളത്തിലെ വെള്ളം വറ്റിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. യൂട്യൂബ് വ്ളോഗർ തൊപ്പി പോലീസ് കസ്റ്റഡിയിൽ. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ വ്ളോഗർ കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി മുഹമ്മദ് നിഹാലിനെയാണ് വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത്. വടകര പോലീസാണ് തൊപ്പിയെ കസ്റ്റഡിയിലെടുത്തത്. ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൾ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു. മുഹമ്മദ് നിഹാലിന്റെ കാർ കോഴിക്കോടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമായി ഉരസി. തൊപ്പിയും കാർ യാത്രക്കാരായ 2 പേരും വടകര ബസ് സ്റ്റാൻഡിലെത്തി. സ്വകാര്യ ബസ് ജീവനക്കാരുമായി വാക്കേറ്റം നടത്തി. ഇതിനിടെയാണ് തോക്ക് ചൂണ്ടിയത്. ഇതോടെ ബസ് തൊഴിലാളികൾ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു.